പിന്നെ ഒരു കാര്യം സംഭവിച്ചു കേട്ടോ. അതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നില്ലേ, കുവൈറ്റിൽ നിന്നാണ് വന്നത്, പുള്ളിക്കാരെ അത്യാവശ്യം കഴിഞ്ഞ് വന്നില്ലേ. അപ്പോൾ അതുവരെ എൻ്റെ അടുത്ത് ചോറിടുന്നോ ചോറിട്ടതാണോ ഒന്നും പറയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെണ്ണങ്ങി പോയി നിന്നില്ലേ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പുള്ളിക്കാരോട് സംസാരിച്ചത്, ഞാൻ ചോറിട്ട് തന്ന അമ്മയ്ക്ക് പ്രശ്നം, പിന്നെ കൂടിയിരുന്നൂടാ, എന്തൊക്കെ പ്രശ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം മാത്രം പുള്ളിക്കാരൻ ചെയ്യുമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ചോറിട്ടതാ എന്ന് പറയും. അത് പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ. എങ്കിലും പുള്ളിക്കാരൻ അത് കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അമ്മ എന്നെ കാണാൻ വന്നു. ഞാൻ വൈകിട്ടോടെ ഇരിക്കുകയല്ലേ, അമ്മ എന്നെ കാണാൻ വന്നപ്പോഴത്തേക്ക് പിന്നെ ഒന്ന് രണ്ടും പറഞ്ഞ് അമ്മയും ഞങ്ങളുടെ അമ്മയും കൂടെ സംസാരമായി. അപ്പോൾ എന്ന് പറഞ്ഞു, പിന്നെ മൈനി എന്നാണ് ഞങ്ങൾ അമ്മ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയെ വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, മൈനി ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടില്ലേടി, ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത് എന്നൊക്കെ ചുമ്മാ ഫോർമാലിറ്റി വേണ്ടി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് കേട്ടിട്ട്, എൻ്റെ അമ്മയെ ആഹാരം കഴിക്കുന്നതിന് നിങ്ങൾ അങ്ങനെ പറഞ്ഞു, മറ്റേതാന്ന് പറഞ്ഞ് പുള്ളിക്കാരനൊക്കെ ദേഷ്യം വന്ന്, ഇറങ്ങി നിങ്ങൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞ് അമ്മയെ വെളിയിലിറക്കി കഥ അടച്ചു കേട്ടോ. വാടക വീടാണ് അതെന്ന് ആലോചിക്കണം. അങ്ങനെ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഫീലായി കേട്ടോ. പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ്ട് ഇതിൻ്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങും എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പിന്നെ ഞങ്ങൾ അമ്മയെ സിറ്റൗട്ടിന് വെളിയിലിറക്കി കഥ അടച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർമ്മ കിട്ടങ്ങ് വീണു കേട്ടോ.